പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, സകലരുമേ, ഈശോയുടെ അനുഗ്രഹത്തിന് ലോകം മുഴുവൻ പാത്രീഭൂതരാകാൻ നമ്മൾ ഈ അനുഗ്രഹ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും നമ്മൾ രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നടത്തി, നമ്മൾ തൊഴിലില്ലാത്തവർക്ക് വേണ്ടിയുള്ള ആരാധന നടത്തി. എല്ലാവരെയും ദൈവം കേൾക്കുന്നുണ്ട്, എല്ലാവരെയും ദൈവം കാണുന്നുണ്ട്. അവിടുത്തെ മുമ്പിലായിരിക്കുമ്പോൾ ദൈവം മർത്തയോട് പറഞ്ഞില്ലേ, മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു എന്ന്. നമ്മളെല്ലാവരും ആ നല്ല ഭാഗം തിരഞ്ഞെടുത്തവരാണ്. ഇന്ന് ലോകം മുഴുവനും കർത്താവിൻ്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായി തീരുവാൻ വേണ്ടി നമ്മൾ ഈ സമയം ചെലവഴിക്കുകയാണ്. പരിശുദ്ധ കുർബാനയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധ കുർബാനയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധ കുർബാനയെ, എല്ലാ കുദാശകളുടെയും കേന്ദ്രമായ പരിശുദ്ധ കുർബാനയെ, എല്ലാ ആരാധനകൾക്കും യോഗ്യനായ പരിശുദ്ധ കുർബാനയെ, എല്ലായ്പ്പോഴും ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ കുർബാനയെ ഞങ്ങളങ്ങേ സ്തുതിക്കുകയും ആരാധിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. ഈ നിമിഷം അങ്ങയുടെ അനുഗ്രഹം പ്രാപിക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്നതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നീങ്ങിപ്പോകാനായിട്ട് തീക്ഷ്ണമായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് സങ്കീർത്തകനോടൊപ്പം സങ്കീർത്തനം 51 ചൊല്ലി കാഴ്ചവെക്കുന്നു. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്തിനൊത്ത് എൻ്റെ അകൃത്യങ്ങൾ മായ്ച്ചു കളയണമേ. എൻ്റെ അകൃത്യം നിശേഷം കഴുകിക്കളയണമേ. എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ ശുദ്ധീകരിക്കണമേ. എൻ്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു, എൻ്റെ പാപം എൻ്റെ കൺമുൻപിലുണ്ട്. അങ്ങേക്ക് മാത്രം എതിരായി ഞാൻ പാപം ചെയ്തു. അങ്ങയുടെ മുമ്പിൽ ഞാൻ തിന്മ പ്രവർത്തിച്ചു. അതുകൊണ്ട് അങ്ങയുടെ വിധി നിർണയത്തിൽ അങ്ങ് നീതിയുക്തനാണ്. അങ്ങയുടെ വിധിവാചകം കുറ്റമറ്റതാണ്. പാപത്തോടെയാണ് ഞാൻ പിറന്നത്. അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്. ഹൃദയ പരമാർത്ഥതയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്. ആകയാൽ എൻ്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണമേ. ഹിസ്സോപ്പ് കൊണ്ട് എന്നെ പവിത്രീകരിക്കണമേ. ഞാൻ നിർമ്മലനാകും. എന്നെ കഴുകണമേ. ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. എന്നെ സന്തോഷഭരിതനാക്കണമേ. അവിടുന്ന് തകർത്തെൻ്റെ അസ്ഥികൾ ആനന്ദിക്കട്ടെ. എൻ്റെ പാപങ്ങളിൽ നിന്ന് എൻ്റെ മുഖം മറയ്ക്കണമേ. എൻ്റെ അകൃത്യങ്ങൾ മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. അചഞ്ചലമായൊരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ. ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ. അപ്പോൾ അതിക്രമികളെ ഞാൻ അങ്ങയുടെ വഴികൾ പഠിപ്പിക്കും. പാപികൾ അങ്ങയിലേക്ക് തിരിച്ചു വരും. എൻ്റെ ദൈവമേ, രക്ഷയുടെ ദൈവമേ, രക്തപാതകത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. ഞാൻ അങ്ങയുടെ രക്ഷയെ ഉച്ചത്തിൽ പ്രകീർത്തിക്കും. കർത്താവിൻ്റെ അധരങ്ങൾ തുറക്കണമേ. എൻ്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും. ബലികളിൽ അങ്ങ് പ്രസാദിക്കുന്നില്ല. ഞാൻ ദഹനബലി അർപ്പിച്ചാൽ അങ്ങ് സന്തുഷ്ടനാവുകയുമില്ല. ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. ദൈവമേ, നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല. അങ്ങ് പ്രസാദിച്ച സിയോനോട് നന്മ ചെയ്യണമേ. ജെറുസലേമിൻ്റെ കോട്ടകൾ പുതുക്കി പണിയണമേ. അപ്പോൾ അവിടുന്ന് നിർദ്ദിഷ്ട ബലികളിലും ദഹനബലികളിലും സമ്പൂർണ്ണ ദഹനബലികളിലും പ്രസാദിക്കും. അപ്പോൾ അങ്ങയുടെ ബലിപീഠത്തിൽ കാളകൾ അർപ്പിക്കപ്പെടും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സംഖ്യയുടെ പുസ്തകം 6-ാം അധ്യായം 24-25 കർത്താവിൻ്റെ അനുഗ്രഹ പ്രാർത്ഥനയാണ്. കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. അവിടുന്ന് നിന്നിൽ പ്രസാദിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയോടെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ. പിതാവേ, ലോകം മുഴുവനെയും
ഞങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആരാധന സമയം ഞങ്ങൾ ഈ ആരാധന മറ്റുള്ളവരിലേക്കും എത്തിച്ചുകൊണ്ട് ലോകം മുഴുവനെയും അങ്ങയുടെ സമാധാനത്തിൽ കീഴിലാക്കുന്ന ഈശോയെ, കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. അവിടുന്ന് നിന്നിൽ പ്രസാദിക്കുകയും നിന്നോട് കരുണ കാണിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയോടെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ. കർത്താവ് കരുണയോടെ കടാക്ഷിച്ച് നിനക്ക് സമാധാനം നൽകട്ടെ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യം. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഈശോയെ, അങ്ങയുടെ അനുഗ്രഹത്തിനായിട്ട് അങ്ങയുടെ സന്നിധിയിൽ ഈ ആരാധനയിലായിരിക്കുന്ന ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യം. അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പത്തിന് യോജിച്ച വിധം അവിടുന്ന് തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തുമെന്നും വിശ്വാസം വഴി നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കുമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തുമെന്നും വിശ്വാസം വഴി നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറപ്പിക്കുമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ തൊഴിൽ മേഖലകളെ, ഞങ്ങളുടെ സംഘടനകളെ, ഞങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ, ഞങ്ങളുടെ തൊഴിൽശാലകളെ, ഞങ്ങളായിരിക്കുന്നിടങ്ങളെ വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ അനുഗ്രഹത്തിനായിട്ട് ഞങ്ങൾ യാചിക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിയൻസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യം. സമാധാനത്തിൻ്റെ കർത്താവ് തന്നെ നിങ്ങൾക്ക് എക്കാലവും എല്ലാ വിധത്തിലും സമാധാനം നൽകട്ടെ. കർത്താവ് നിങ്ങളോട് എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. സമാധാനത്തിൻ്റെ കർത്താവ് തന്നെ നിങ്ങൾക്ക് എക്കാലവും എല്ലാവിധത്തിലും സമാധാനം നൽകട്ടെ. കർത്താവ് നിങ്ങളോടും എല്ലാവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോയെ, അങ്ങയുടെ സമാധാനത്തിൻ്റെ നിറവ് ഞങ്ങൾക്ക്, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക്, ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ. ഈശോയെ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് ഞങ്ങളെല്ലാവരെയും നിറയ്ക്കണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 9-ാം അധ്യായം 8-ാം വാക്യം. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകാനും സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യാൻ വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാനും കഴിവുള്ളവനാണ് ദൈവം. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകാനും സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യാൻ വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാനും കഴിവുള്ളവനാണ് ദൈവം. ഈശോയെ, അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ലോകം മുഴുവനെയും നിറയ്ക്കണമേ. ഈശോയെ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് ഞങ്ങളുടെ എല്ലാ അധികാരികളെയും നിറയ്ക്കണമേ. ഈശോയെ, അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ഞങ്ങളുടെ രാഷ്ട്രീയ അധികാരികളെ, എല്ലാ അധികാര മേഖലകളെയും അനുഗ്രഹിക്കണമേ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 30 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക. അവയോടൊപ്പം മറ്റുള്ളവയും നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടും. എല്ലാ ദാനങ്ങളും ഉന്നതത്തിൽ നിന്നാണ്. മാറ്റമോ മാറ്റത്തിന് നിഴലില്ലാത്ത പ്രകാശത്തിന്റെ പിതാവിൽ നിന്ന് വരുന്നു. വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യമാണിത്. എല്ലാ ദാനങ്ങളും ഉന്നതത്തിൽ നിന്നാണ്. മാറ്റമോ മാറ്റത്തിന് നിഴലോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്നാണ് എല്ലാം വരുന്നത്. വീണ്ടും സങ്കീർത്തനം 146:5-7. കർത്താവ് പ്രത്യാശ വയ്ക്കുന്നവൻ ഭാഗ്യവാൻ. അവിടുന്ന് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവും സൃഷ്ടിച്ചു. അവിടുന്ന് എന്നേക്കും വിശ്വസ്തനാണ്. മർദ്ദിതർക്ക് അവിടുന്ന് ന്യായം നടത്തി കൊടുക്കുന്നു. വിശക്കുന്നവർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു. ഈശോയെ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് ലോകം മുഴുവനെയും നിറയ്ക്കണമേ. ലോകം മുഴുവനും അങ്ങയുടെ അനുഗ്രഹത്തിന് കീഴിൽ വരാനായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹദാതാവായ ദൈവമേ, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 13-ാം വാക്യം. പ്രത്യാശയുടെ ദൈവം നിങ്ങളെ
നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനം കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ. പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്തിൽ സകല സന്തോഷവും സമാധാനം കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ, നിങ്ങളെ നിറയ്ക്കട്ടെ, നിങ്ങളെ നിറയ്ക്കട്ടെ. അങ്ങയുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ഈശോയെ. അങ്ങയുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളെല്ലാവരെയും നിറയ്ക്കണമേ, ഞങ്ങളെല്ലാവരെയും നിറയ്ക്കണമേ. ലോക സമാധാനത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം: സ്വർഗീയമായ എല്ലാ ആത്മീയവരങ്ങളും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ. സ്വർഗീയമായ എല്ലാ ആത്മീയവരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ, സ്തുതിക്കപ്പെട്ടവനാകട്ടെ, സ്തുതിക്കപ്പെട്ടവനാകട്ടെ. ഈശോയെ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് ഞങ്ങളെല്ലാവരെയും, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ തൊഴിൽ മേഖലകളെ, ഞങ്ങളുടെ സ്കൂളുകളെ, ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ലോകം മുഴുവനെയും അനുഗ്രഹിക്കണമേ. സങ്കീർത്തനം 32:1: അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ, ഭാഗ്യവാൻ, ഭാഗ്യവാൻ. വിശുദ്ധ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 20-21 വാക്യം: യേശുക്രിസ്തുവിലൂടെ നമ്മിൽ പ്രവർത്തിക്കുന്ന അവിടുത്തെ ഹിതം അവിടത്തേക്ക് അഭികാമ്യമായത് നിറവേറ്റാൻ നിങ്ങളെ സഹായിക്കട്ടെ. യേശുക്രിസ്തുവിലൂടെ നമ്മിൽ പ്രവർത്തിക്കുന്ന അവിടുത്തെ ഹിതം അവിടത്തേക്ക് ഇഷ്ടമുള്ളത് അഭികാമ്യമായത് നിറവേറ്റാൻ നിങ്ങളെ സഹായിക്കട്ടെ. അങ്ങയുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ. ഞങ്ങളെ ആശീർവദിക്കണമേ, ഞങ്ങളെ ആശീർവദിക്കണമേ, ഞങ്ങളെ ആശീർവദിക്കണമേ. സങ്കീർത്തനം 29:11: കർത്താവ് തൻ്റെ ജനത്തിന് ശക്തി പ്രദാനം ചെയ്യട്ടെ, അവിടുന്ന് തൻ്റെ ജനത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. സങ്കീർത്തനം 29:11: കർത്താവ് തൻ്റെ ജനത്തിന് ശക്തി പ്രദാനം ചെയ്യട്ടെ, അവിടുന്ന് തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. ഈശോയെ, അങ്ങ് മാത്രമാണ് യഥാർത്ഥ സമാധാനമെന്ന്, അങ്ങിൽ നിന്ന് മാത്രമാണ് യഥാർത്ഥത്തിലുള്ള സമാധാനവും സന്തോഷവും ശാന്തിയും സ്വസ്ഥതയും ഞങ്ങളിൽ ലഭിക്കുന്നതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയുടെ സമാധാനത്തിൽ ഞങ്ങളെ നിലനിർത്തണമേ, അങ്ങയുടെ സമാധാനത്തിൽ ഞങ്ങളെ നിലനിർത്തണമേ. സങ്കീർത്തനം 34:8: കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ, അവിടുത്തെ ആശ്രയിക്കുന്നവർ ഭാഗ്യവാൻ. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവിൻ, അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ഈശോയെ, അങ്ങയുടെ അനുഗ്രഹത്താൽ, അങ്ങയുടെ അനുഗ്രഹത്താൽ, അങ്ങയുടെ അനുഗ്രഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ, ഞങ്ങളെ നിറയ്ക്കണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം 8-ാം വാക്യം: നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകാനും സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ കഴിവുള്ളവനാണ് ദൈവം. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകാനും സത്കൃത്യങ്ങൾ ധാരാളമായി ചെയ്യാൻ വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ കഴിവുള്ളവനാണ് ദൈവം. ദൈവമേ, അങ്ങയുടെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ വ്യവസായ മേഖലകളെ, ഞങ്ങളുടെ തൊഴിൽ മേഖലകളെ, ഞങ്ങളുടെ സ്കൂളുകളെ, ഞങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരെയും, ലോകം മുഴുവനെയും അങ്ങയുടെ സമാധാനത്താൽ നിറയ്ക്കണമേ, നിറയ്ക്കണമേ. നിയമാവർത്തന പുസ്തകം 15-ാം അധ്യായം 6-ാം വാക്യം: നിങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ വാഗ്ദാനമനുസരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ വാഗ്ദാനമനുസരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ വാഗ്ദാനമനുസരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കും, നിങ്ങളെ അനുഗ്രഹിക്കും. ജെറമ്യായുടെ പുസ്തകം 29-ാം അധ്യായം 11-ാം വാക്യം: കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41:10: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം, ഞാൻ നിന്നെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും, ഞാൻ നിന്നെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. പിതാവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ തൊഴിൽ മേഖലകളിൽ, ഞങ്ങളുടെ ലോകം മുഴുവനും, ഞങ്ങളുടെ അധികാരികളിൽ അങ്ങയുടെ ശക്തി നൽകണമേ. അങ്ങയുടെ ഹിതത്തിനനുസരിച്ച് ഞങ്ങളുടെ രാജ്യത്തെ ഭരിക്കാനായിട്ടുള്ള അനുഗ്രഹം ലോകം മുഴുവനിലുമുള്ള എല്ലാ അധികാരികൾക്കും നൽകണമേ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 16-ാം വാക്യം: അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം: അപ്പോൾ നമ്മുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും
യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. ഈശോയങ്ങയുടെ സമാധാനം കൊണ്ട് ലോകം മുഴുവനും സമാധാനത്തിൽ അങ്ങാൽ നിറയാനായിട്ട്, അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ കൃപകളും വരങ്ങളും ദാനങ്ങളും ഫലങ്ങൾ കൊണ്ട് നിറയാനായിട്ട്, ലോകം മുഴുവനുമുള്ള 830 കോടിയിലധികം ജനങ്ങളും അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാകാനായിട്ട്, അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരായി തീരാനായിട്ട്, അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് ജീവിക്കുന്നവരായി തീരാനായിട്ട് ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 13-ാം വാക്യം, തൻ്റെ അഭീഷ്ടമനുസരിച്ച് ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും നിങ്ങൾ ഉത്തേജിപ്പിക്കുന്നത് ദൈവമാണ്. തൻ്റെ അഭീഷ്ടമനുസരിച്ച് ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും നിങ്ങൾ ഉത്തേജിപ്പിക്കുന്നത് ദൈവമാണ്. ദൈവമേ, അങ്ങിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു, അങ്ങിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യം, നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. ആമേൻ. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിവുള്ള അവിടത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ലോകം മുഴുവൻ നിറയുവാൻ വേണ്ടി വീണ്ടും സങ്കീർത്തനം 91 3 പ്രാവശ്യം ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ദൈവസ്നേഹത്താൽ ദൈവാനുഗ്രഹത്താൽ നിറയുവാനായിട്ട്, ദൈവത്തിൻ്റെ സ്നേഹവും അനുഗ്രഹവും എത്തപ്പെടാതിരിക്കുന്ന എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ സ്നേഹത്താൽ അനുഗ്രഹത്താൽ നിറയാനായിട്ട് വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് സങ്കീർത്തനം 91. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചെറുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയവുമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000. എങ്കിലും നിനക്കൊരു അനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസം ഉറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവലിൽ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചെറുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയവുമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000. എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസം ഉറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരു അനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും.
ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. അവിടെ നിന്ന് നിന്നെ വേടൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തൻ്റെ തൂവലിൽ കൊണ്ട് അവിടെ നിന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയവുമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000. എങ്കിലും നിനക്കൊരു അനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോയുടെ ആശീർവാദത്തിലേക്ക് ലോകം മുഴുവനെയും നമുക്ക് വിട്ടുകൊടുക്കാം. ഈശോയുടെ ആശീർവാദത്താൽ എല്ലാവരും നിറയുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയാൽ നിറഞ്ഞ് ജീവിക്കുവാനായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ രാഷ്ട്രത്തെ നമുക്ക് സമർപ്പിക്കാം. രാഷ്ട്രീയ അധികാരികളെ നമുക്ക് സമർപ്പിക്കാം. മാറിവരുന്ന ഭരണ കാലഘട്ടങ്ങളെ നമുക്ക് സമർപ്പിക്കാം. മാറിവരുന്ന വ്യവസായ രീതികളെ നമുക്ക് സമർപ്പിക്കാം. ദാരിദ്ര്യത്താലും കഷ്ടപ്പാടുകളാലും വിഷമിക്കുന്ന എല്ലാവരെയും നമുക്ക് സമർപ്പിക്കാം. എല്ലാ മേഖലകളെയും നമുക്ക് സമർപ്പിക്കാം. ഈശോയുടെ അനുഗ്രഹത്താൽ, ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ എല്ലാവരും നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ അനുഗ്രഹത്താൽ എല്ലാവരും നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങയുടെ പരിശുദ്ധ കുർബാനയിലേക്ക് ലോകം മുഴുവനെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ലോകം മുഴുവനെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ലോകം മുഴുവനെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാ വ്യക്തികളെയും സമർപ്പിക്കുന്നു. നാനാജാതി മതസ്ഥരെ സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങയുടെ സമാധാനം ഏതെങ്കിലും മേഖലകളിൽ നിറയാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ നിമിഷം അങ്ങയുടെ സമാധാനത്താൽ നിറയാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, എല്ലാ യോഗ്യതകൾക്കും എല്ലാ പ്രാർത്ഥനകൾക്കും യോഗ്യമായ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുന്നു.